ആസ്തികൻ. ചന്ദ്രവംശ രാജാവായ പരീക്ഷിത്ത് വനത്തിൽ വേട്ടയാടവേ തന്നെ അവഗണിച്ച ശമീക മുനിയുടെ കഴുത്തിൽ ഒരു ചത്ത പാമ്പിനെ ഹാരമെന്നോണം അണിയിച്ചതിൽ കുപിതനായ ശമീകപുത്രൻ ഗവിതാജൻ നാഗരാജാവായ തക്ഷകന്റെ ദംശനമേറ്റ് പരീക്ഷിത്ത് മരിക്കട്ടെയെന്ന് ശപിച്ചു. എല്ലാ മുൻകരുതലുകളെയും പരാജയപ്പെടുത്തിക്കൊണ്ട് 7-ാം ദിവസം തന്നെ തക്ഷകന്റെ കടിയേറ്റ് പരീക്ഷിത്ത് മരണമടഞ്ഞു. ഏറെ വ്യതയോടെ രാജാവിന്റെ അന്ത്യക്രിയകൾ ചെയ്ത പരീക്ഷിത്തിന്റെ പുത്രൻ ജനമേജയന്റെ മനസ്സിൽ സർപ്പങ്ങളോടുള്ള തീരാത്ത പക കത്തിക്കൊണ്ടിരുന്നു. ശേഷക്രിയകളെല്ലാം അവസാനിക്കുമ്പോൾ ജനമേജയൻ രാജാധികാരം ഏറ്റെടുത്തു. ഉടൻ തന്നെ അദ്ദേഹം ഗുരുക്കളെയും ബ്രാഹ്മണരെയും മറ്റും വിളിച്ചു വരുത്തി ഒരു യാഗത്തിനു വേണ്ട ഒരുക്കങ്ങൾ നടത്തി. സർപ്പസത്രമെന്ന യാഗത്തിന്റെ പ്രത്യേകത പുരോഹിതന്റെ മന്ത്രോച്ചാരണത്താൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സർവ്വസർപ്പങ്ങളും അഗ്നികുണ്ഡത്തിലേക്ക് ആവാഹിക്കപ്പെടുമെന്നതാണ്. യാഗം തുടങ്ങി. യാഗാഗ്നി ജ്വലിച്ചു. മന്ത്രോച്ചാരണം ഉയർന്നു. സർപ്പങ്ങൾ ഒന്നൊന്നായി അഗ്നിയിലേക്ക് വന്നു പതിച്ചുകൊണ്ടിരുന്നു. സർപ്പങ്ങളുടെ സർവനാശം തുടരവേ സർപ്പവംശം ഏതാണ്ട് അവസാനിച്ചു എന്ന മട്ടായി. പക്ഷേ തന്റെ പിതാവിനെ കൊന്ന തക്ഷകനെ മാത്രം കാണുന്നില്ല. രാജാവ് തക്ഷകനെ വരുത്തുവാൻ പുരോഹിതന്മാർക്ക് നിർദ്ദേശം നൽകി. ഉടൻ തന്നെ പുരോഹിതർ തക്ഷകനെ ആവാഹിച്ചു വരുത്തുവാനുള്ള ശ്രമം തുടങ്ങി. ഈ അവസരത്തിൽ തക്ഷകനാകട്ടെ തന്റെ പ്രിയ സുഹൃത്തായ ദേവേന്ദ്രന്റെ കിടക്കയിൽ പതുങ്ങിക്കിടന്നുകൊണ്ട് രക്ഷയ്ക്കായി വിലപിച്ചുകൊണ്ടിരുന്നു. ഈ ദയനീയസ്ഥിതിയിൽ തന്റെ സുഹൃത്തിനെ കൈവെടിയുന്നത് കഷ്ടമാണെന്ന് ചിന്തിച്ച് ദേവേന്ദ്രൻ മറ്റ് ദേവകളുമായി സർപ്പങ്ങളുടെ സർവനാശത്തിന് ഒരു പ്രതിവിധി ആലോചിച്ചു. ആലോചനകൾ തുടരവേ കൊട്ടാരത്തിലെ യാഗശാലയിൽ തക്ഷകനെ കിടക്കയോടെ ഇന്ദ്രനോടൊപ്പം യാഗാഗ്നിയിലേക്ക് പുരോഹിതർ ആവാഹിച്ചു തുടങ്ങി. അപ്പോൾ ഇന്ദ്രനും നിൽക്കക്കള്ളിയില്ലാതായി. ഇന്ദ്രൻ ദേവകളുമായി നേരെ കൈലാസത്തിലേക്ക് പാഞ്ഞു. അവിടെ പരമശിവന്റെ സവിധത്തിൽ മനസാദേവിയും അവരുടെ പുത്രൻ അസാമാന്യ ബുദ്ധിശാലിയായ ആസ്തികനും വസിച്ചിരുന്നു. തീരെ ബാല്യത്തിൽ തന്നെ പരമശിവനിൽ നിന്നും വേദങ്ങളും മറ്റും അഭ്യസിച്ച് വിഷ്ണുവിനെ തപസ് ചെയ്ത് അപൂർവ വരങ്ങളും മറ്റും വാങ്ങി തിരികെ പരമശിവന്റെ സമീപമെത്തി അപൂർവ പ്രതിഭാശാലിയായി കഴിഞ്ഞുവന്ന സമയത്താണ് ദേവന്മാരുടെ വരവ്. അവർ പരമശിവന്റെ നിർദ്ദേശത്തോടെ മനസാദേവിയുടെ കാൽക്കൽ വീണു. സർപ്പവംശത്തിന്റെ സർവനാശമറിഞ്ഞ് തന്റെ സഹോദരൻ കൂടിയായ തക്ഷകന്റെ ദയനീയ നിലയറിഞ്ഞ് വേവലാതി പൂണ്ട മനസാദേവി ധർമ്മശാസ്ത്രങ്ങളിലും മറ്റും അതിനിപുണനും സർവസമ്മതനുമായ തന്റെ പുത്രൻ ആസ്തികനെ ജനമേജയ രാജാവിന് സമീപത്തേക്ക് അയച്ചു. ബാലമുനിയായ ആസ്തികൻ യാഗശാലയിലെത്തുമ്പോൾ ഇന്ദ്രനും സിംഹാസനവും തക്ഷകനുമെല്ലാം യാഗശാലയിലേക്ക് എത്തിക്കൊണ്ടിരുന്നു. നിമിഷങ്ങൾ കഴിഞ്ഞാൽ മന്ത്രശക്തിയാൽ ഇന്ദ്രനും തക്ഷകനും സിംഹാസനത്തോടെ യാഗാഗ്നിയിൽ പതിച്ച് ഭസ്മമാകും. യാഗശാലയിലെത്തിയ ബാലമുനിയെ രാജാ ജനമേജയൻ വേണ്ടവിധം ആചരിച്ചിരുത്തി. മറ്റ് മുനിവര്യന്മാരും അതിവിദ്വാനായ ആസ്തികനെ വന്ദിച്ചു. ബാലമുനിയുടെ ആഗമനോദ്ദേശം ആരാഞ്ഞ രാജാവിനോട് തന്റെ ആവശ്യം സാധിച്ചു തരണമെന്ന് മാത്രമേ ബാലനായ ആ മഹർഷി പറഞ്ഞുള്ളൂ. ജനമേജയൻ ഉടൻ വാക്കു നൽകുകയും ചെയ്തു. അടുത്ത നിമിഷത്തിൽ സർപ്പസത്രം ഉടൻ നിർത്തിവെക്കുവാൻ ബാലമുനി ആവശ്യപ്പെട്ടു. തീരെ ഇഷ്ടമില്ല എങ്കിലും താൻ വാക്ക് നൽകിയതിനാലും ദിവ്യനായ ആസ്തികന്റെ വാക്കുകളെ മാനിച്ചുകൊണ്ടും ജനമേജയൻ യാഗം നിർത്തിവെച്ചു. അങ്ങനെ ദേവേന്ദ്രനും തക്ഷകനും രക്ഷപ്പെട്ടു. ദേവന്മാർ ആസ്തികനെ സ്തുതിച്ചുകൊണ്ട് കീർത്തനങ്ങൾ പാടി പുഷ്പങ്ങൾ വർഷിച്ചു. സന്തുഷ്ടനായ ആസ്തികൻ അഗ്നിയിൽ വെന്തെരിഞ്ഞ എല്ലാ സർപ്പങ്ങൾക്കും ജീവൻ തിരികെ ലഭിക്കട്ടെ എന്നനുഗ്രഹിച്ചു. ജീവൻ ലഭിച്ച സർപ്പലോകവും ഭൂമിയും സ്വർഗവുമെല്ലാം ആ ബാലമുനിയെ നന്ദിയോടെ സ്മരിച്ചുകൊണ്ടിരുന്നു.